ശരിക അഖിൽ മാരാർ ബിഗ് ബോസിലൂടെ താരമായി മാറി. ഇപ്പോൾ ഈ ജനകീയ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്, നിലപാടുകൾ പറയുന്നു. അത് എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്ന ആളുകളുണ്ട്. അതായത് ഹാഷ്മി നടത്തിയ ഇന്റർവ്യൂവിൽ മൈത്രയും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അതെ, അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പൊ അഖിലിന്റെ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ കേട്ടിരുന്നു. അതായത് മതിലുകൾ വേണ്ട, ഈ ലോകം എന്തുവാ പറയുന്നത്, അതിർത്തികൾ വേണ്ട. അതെ, അപ്പൊ അഖില് പറയുന്നത് സ്വന്തം വീടിൽ മതിൽ കെട്ടിയിട്ടാണ് മൈത്രേയൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളല്ലേ, എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മൈത്രേയനെ ഞാനും ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ്. ഭയങ്കര ദേഷ്യം വരികയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുള്ളി നമ്മളൊരു മണ്ടിയാണ് അല്ലെങ്കിൽ നമ്മളൊരു കുരങ്ങുമണിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുകയും ചെയ്യുന്ന പക്ക ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിരിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്നതൊക്കെ വെറും ഒരു കുറച്ച് കാര്യങ്ങൾ ശരിയാണ്. അദ്ദേഹത്തിന് വായനയുണ്ട്, പരന്ന വായനയുണ്ട്, അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറയുന്നതെല്ലാം അഖിൽ പറഞ്ഞൊരു പോയിന്റ് വലിയൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നു. താൻ പറയുന്നത് മാത്രമാണ് ശരി, അതെല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നിടത്താണ് അദ്ദേഹത്തിന്റെ പരാജയം. അദ്ദേഹത്തിന്റെ അറിവുകൾ നല്ലതാണ്. നമ്മൾ എല്ലാവരും മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, മരണം വരെ നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളാണ്. നമ്മൾ ഒന്നും പൂർണ്ണരാകുന്നില്ല. പലരും പല രീതിയിലാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ഈ മൈത്രേനെ സംബന്ധിച്ചിടത്തോളം മൈത്രേൻ സമർത്ഥിക്കുകയാണ്, മുൻപിലിരിക്കുന്ന ഒരാളോട് ആരും ആയിക്കോട്ടെ എന്റേത് മാത്രമാണ് ശരി, എന്റേത് അതാണ് ശരി, ആര് പറഞ്ഞു നിങ്ങളോട്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം, ഇദ്ദേഹത്തിന്റെ ദേഷ്യം കാണുമ്പോൾ ഞാൻ ആ ഒരു ചാനലിനെ ഓർത്ത് ഞാൻ ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നത്, നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കോഴിയും മുട്ടയും എല്ലാവർക്കും സംശയം, ആരാണ് ആദ്യം ഉണ്ടായത്? അപ്പൊ അദ്ദേഹം എന്താ ആൻസർ പറയാം? അത് ഞാനത് ഇന്ന് ചോദിച്ചില്ല, മര്യാദ പുറത്ത് ഞാനത് ചോദിച്ചില്ല. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ ഇത് ഈ ആരെങ്കിലും ഒരാൾ ഇപ്പം പിന്നെ അതിനകത്ത് അഖിൽ ശരിക്കും വലിച്ചു കീറിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും മൃഗങ്ങളെ പോലെ ജീവിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്, മൈത്രേയൻ പറയുന്നത്. അപ്പോൾ മൃഗങ്ങളെ പോലെ ജീവിക്കുമ്പോൾ അദ്ദേഹം അഖിൽ പറഞ്ഞ അതേ അടുത്ത് ഞാൻ കോട്ട് ചെയ്യുവാണ്, അച്ഛൻ മകളെ പ്രാപിക്കുക, മകൻ അമ്മയെ പ്രാപിക്കുക, അതിൽ ഗർഭം ഉണ്ടാക്കുക, വഴിനീള നടന്ന് ഗർഭം ഉണ്ടാക്കുക, ഇതാണോ ചെയ്യേണ്ടത്? പട്ടി ചെയ്യുന്ന പരിപാടികൾ ചെയ്യണമെന്നാണോ മൈത്രേയൻ ഉദ്ദേശിക്കുന്നത്? അതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹം അത് ചെയ്ത് കാണിക്കാനാണ് അഖിൽ വെല്ലുവിളിക്കുന്നത്. ഈ പാചകം അടിച്ചാൽ മാത്രം പോരല്ലോ, ഇത് ചെയ്തും കാണിക്കില്ല. അതാണല്ലോ യഥാർത്ഥ മാറ്റം എന്ന് പറയുന്നത്. അതിന് മുതിരുവോ? മുതിർന്ന് നോക്കാം. ഇത്രയും പ്രായമൊക്കെ സ്ഥിതിക്ക് മുതിരുവോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്തായാലും അഖിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. അഖിൽ പറയുന്നത് ആഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചുരുട്ടി കൂട്ടി മൈത്രനെ വായടപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആഷ്മിക്ക് പിന്നെ പ്രോഗ്രാം പരിമിതികളുണ്ടല്ലോ അദ്ദേഹത്തിന്. അതെ, പക്ഷെ അഖിൽ ആ പരിമിതികളില്ല. അഖിൽ പറയുന്ന പോയിന്റുകളോട് വളരെയേറെ യോജിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ദൈവങ്ങളെ കുറിച്ച്, ലൈംഗികതയെ കുറിച്ചൊക്കെ എന്താണ് പറഞ്ഞു വെക്കുന്നത്? വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത ഒരാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്നാണ് അഖിൽ ചോദിക്കുന്നത്. വേറെ ഒന്നുമല്ല, അവനവനൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ ഷിജിത്തും ഞാനും കൂടെ ഒരു കാര്യം നാളെ നമുക്ക് ചർച്ച ചെയ്യാം, ഷീത്ത എന്ന് പറയുമ്പോൾ ഷീത്ത ഒക്കെയാണ്, ഷീത്ത അത് ചെയ്യുമെന്ന വിശ്വാസത്തിലാണല്ലോ ഞാനും ഇങ്ങോട്ട് വരുന്നത്. എനിക്കതിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ വരുന്നില്ല അർത്ഥം. അപ്പോൾ അഖിൽ ചോദിച്ചത് അതുമാണ്, ദൈവവിശ്വാസി ആവണമെന്ന് അഖിൽ പറയുന്നില്ല. അഖിൽ പറയുന്നത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ വിശ്വാസമേ ഇല്ലാത്ത ആളായിട്ട് ജീവിക്കും എന്ന് പറയുമ്പോൾ അത് എന്തർത്ഥമാണെന്നാണ്, എന്ത് രീതിയാണ്, എങ്ങനെ ജീവിക്കാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി, അതിനൊരു ഡ്രൈവർ ഉണ്ട്, അയാള് നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും എന്നുള്ളത് പറയുമ്പോ എന്താ, അതൊരു വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മള് മതവിശ്വാസം, ദൈവവിശ്വാസം മാത്രമല്ല. ഇപ്പൊ നാളെ സിനിമയിൽ പറഞ്ഞ പോലെ നാളെ സൂര്യൻ ഉദിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ മൈത്രേയന്റെ പല കാര്യങ്ങളും ഒട്ടും നമ്മുടെ സംസ്കാരവുമായി ചേരാത്ത വലിയ എന്തോ സംഭവമാണ്. പുള്ളി ഭയങ്കര സംഭവമാണെന്നാണ് പുള്ളിയുടെ വിചാരം. ഇനി എന്തെങ്കിലും പുക വലിച്ചിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അതെ, ഒരു കാര്യം കൂടെ അതിനകത്ത് അഖിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അഖിലിനെ ആ ഒരു കോട്ടിങ് വെച്ചിട്ടാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. അദ്ദേഹം പറയുന്നത് ഈ കഞ്ചാവ് അല്ലെങ്കിൽ MDMA ഒന്നും നിരോധിക്കേണ്ട കാര്യമില്ല. അതിന് അദ്ദേഹം പറയുന്ന ഉപമ ആണ് ഏറ്റവും വലിയ രസം എന്നാണ് അഖിൽ പറയുന്നത്. അതായത് ഡ്രൈവിംഗ് അറിയാത്ത ഒരാളെ ഡ്രൈവിംഗ് പഠിക്കരുതെന്ന് നമ്മൾ പറയുന്നില്ല, അതിനെ പഠിപ്പിക്കാൻ നിർബന്ധിക്കുന്നു, അങ്ങനെ അയാൾ എക്സ്പേർട്ട് ആക്കുന്നു. മറിച്ച് MDMA ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ MDMA കുറച്ചുകൂടെ വീര്യം കുറച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പഠിപ്പിക്കൂ എന്നാണ് ഈ പറയപ്പെടുന്ന പിന്നെ മൈത്രേയൻ ഇരുന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഖിൽ വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങൾ കഞ്ചാവ് വലിച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കാനാണ് പുള്ളി പറയുന്നത്. മൈത്രേയൻ വന്നിരുന്ന് സംസാരിക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്നാണ് അഖിൽ പറയുന്നത്. അപ്പോൾ ഒറിജിനൽ സ്വത്തം പുറത്തങ്ങോട്ട് വരും അല്ലേ? അതായത് ലഹരി ഉപയോഗം ക്ലാസ് മുറികളിൽ പഠിപ്പിച്ചു കൊടുക്കണം, ഇത്രയേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യം മദ്യത്തിൽ തുടങ്ങി, പിന്നെ കഞ്ചാവ്,
അങ്ങനെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വീഡിയോടൊന്ന് എക്സൈസിനോടൊന്ന് പറയണം മൈത്രേനെ വീണ്ടും റെഡി ചെയ്യാൻ. മറ്റേ ഗാന്ധിജി കണ്ട ഗിനാശേരി എന്ന് പറയുമ്പോൾ മൈത്രേയം കണ്ട ലോകം ഇങ്ങനെയായിരിക്കും. അതെ, മൈത്രേയം കണ്ട ലോകം ഇങ്ങനെ ഇത്രയും മതപ്പതിച്ച ലോകമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഈ മതിലുകളിൽ ഇല്ലാതാവുമ്പോഴേ നമുക്കിപ്പോ അയൽക്കാരന്റെ വീട്ടിലേക്ക് നമുക്ക് ഓടി കയറാം. അതെ, അയൽക്കാരന്റെ ഭാര്യയെ കയറി പിടിക്കാം, കൂടെ കിടക്കാം. ലാലേട്ടൻ പറയുന്നത് എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ ചിലപ്പോൾ കടന്നിരിക്കുന്നതൊക്കെ ചികിത്സയുടെ ഭാഗമാണെന്ന് പറയുന്ന പോലെ. അതൊന്നും ആരും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറെ ഉട്ടോപ്യൻ ആയിട്ടുള്ള വാദങ്ങൾ ഇനിയെങ്കിലും മൈത്രേയെ നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇന്റർവ്യൂവിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വേറെ എന്തെങ്കിലും പേരിടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ വാചകസൃത്ത് മാത്രമാണ്. മിയർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. എല്ലാവരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കുറെ അധികം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിലും എന്താ പറയാ, ഇങ്ങനെ അപമാനിതരായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതെ, മൈത്രേന്റെ പോഡ്കാസ്റ്റ് ഒക്കെ നമ്മൾ കാണാം. മൈത്രേൻ ഒരാളുടെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് പറയുന്നത് സമർത്ഥിക്കുന്ന അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അത് ചെയ്ത് കാണിക്കും. ഇപ്പൊ മൈത്രേന് അമ്മയില്ല, ഭാര്യയില്ല, മകളില്ല, വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു, മകൾ എന്ന സ്ഥാനമില്ല, മൈത്രേന്റെ മകളെ മൈത്രേനെ പേരാണ് വിളിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇപ്പൊ ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മിസ്റ്റർ ജോൺസൺ, മിസ്റ്റർ മാത്യൂസ് എന്ന് മക്കള് അച്ഛനെ അങ്ങനെയാണ് വിളിക്കുക. അവിടെ മിസ്റ്റർ ചേർത്ത് അവർ വിളിക്കും. മിസ്റ്റർ അവിടെ റെസ്പെക്ടിങ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഓരോ രാജ്യത്തിനും സംസ്കാരമാണ്. അങ്ങനെ ഓരോ രാഷ്ട്രത്തിനും ഓരോ സംസ്ഥാനത്തിനും ഓരോ ആൾക്കാർക്കും ഓരോ സമൂഹത്തിനും അവരുടേതായ ആ ഒരു അച്ചടക്കത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഓരോ നിയമങ്ങളാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ അതിർവരമ്പുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കുന്ന വകതിരിവാണ്. ഇപ്പൊ പട്ടിക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പട്ടിയും പൂച്ച എന്തോരം പ്രസവിക്കും, ആ പ്രസവിച്ച് വളർന്ന് വലുതാകുന്ന മക്കളുമായിട്ട് ചിലപ്പോൾ അവർ ഭോഗിക്കും. പക്ഷെ അവർക്ക് അറിയില്ല അതെന്റെ മകനാണോ മകളാണോ. ആ വകതിരിവ് ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. പകരം അവർ നമ്മളോട് ഇപ്പം നായക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര നമ്മളെ നന്ദിയും സ്നേഹവും പ്രകടനവും ഒക്കെ കാണിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യാൻ അതിന് പറ്റും. പക്ഷെ അതിന് വകതിരിവില്ല. സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മനുഷ്യനെ ഇരുകാലി മൃഗം എന്ന് വിളിക്കുന്നത്. കാരണം മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഈ വകതിരിവാണ്. അപ്പൊ അത് മാറ്റണമെന്നാണോ മൈത്രേൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ മനുഷ്യനെ മനുഷ്യൻ വിളിക്കാൻ പറ്റത്തില്ലേ? ഇതിനൊക്കെ മൈത്രേൻ ഉത്തരം പറയണം. അല്ലാതെ ചുമ്മാ നമ്മളൊരു ഹോസ്റ്റ് ആണ്, അദ്ദേഹം ഒരു ഗസ്റ്റ് ആണ്, ദിവസം വിളിച്ച് പറയല്ല. ഇതിനു മുമ്പ് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള തീർച്ചയായിട്ടും മൈത്രേൻ അദ്ദേഹത്തിന് മറുപടി നൽകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളൊരു ചാനലിലൊക്കെ ചെന്നിരുന്നിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി ഒരു എഡമെന്റ് ആയിട്ട് നീ മിണ്ടാതിരിക്കുക, ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി എന്നാ നിലപാട്, അത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ അത് എപ്പോഴെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചു. ഇതിന്റെ പേര് എന്ത് വന്നാലും ഞാൻ നേരിടും, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അഖിലിന്റെ കാര്യം കോട്ട് ചെയ്ത് നമ്മൾ ഇത് ചർച്ചയ്ക്ക് വെച്ചത്. ഓക്കെ, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം അഖിൽ പറഞ്ഞ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പല കാര്യങ്ങളും അതിനകത്ത് അഖിൽ ചോദിക്കുന്നത് കൃത്യമാണ്. സത്യം പറഞ്ഞാൽ ഹാഷ്മിക്ക് ഒരു അഖിലിനെ ആയിരുന്നു ജനകീയ കോടതിയിൽ കൊണ്ടിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മൈത്രേനൊക്കെ ശരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ കൊടുക്കുന്ന ഒരു സംവാദത്തിന് വെക്കാൻ പറ്റിയ ആൾ അഖിലും മൈത്രേനും ഒക്കെയാണ് കുറെ കാര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അഖിൽമാരാർ പറയുന്ന എല്ലാം ഓഹോ എന്നല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ പേരിലാണല്ലോ അദ്ദേഹം വിവാദ നായകനെ മാറുന്നത്. എന്തെങ്കിലും കുറെ അധികം കാര്യങ്ങൾ പറയുന്നതിൽ നമുക്ക് അഖിലിനോടൊപ്പം ജനുവിനായിട്ടുള്ള നിൽക്കേണ്ടി വരും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാനാണ് എല്ലാം എന്ന്, അല്ലെങ്കിൽ ഞാനാണ് ദൈവം എന്ന് പറയണമെന്നാണ് ശ്രീ ധർമ്മശാസ്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ കാടും മേടും ഒക്കെ കടന്ന് ശബരിമലയിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ കാണുന്ന തത്വമസിയാണ്, നീ ആകുന്നു ദൈവം, നീ അന്വേഷിച്ച ദൈവം നീ തന്നെ ആകുന്നു, നിന്നിൽ തന്നെ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മറന്നുകൊണ്ട് ചിലവർ ചെയ്തു ഞാൻ ആൾദൈവം എന്നൊക്കെ പറയില്ലെങ്കിൽ ഞാൻ നടക്കുന്ന വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു ഭാവമാണ് മൈത്രേൻ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിയൊക്കെ നിർത്തുക. താങ്കളെ പോലെ തന്നെ അറിവും വിവേകമുള്ള, അല്ലെങ്കിൽ വിവേകം എന്ന് ഞാൻ പറയുന്നില്ല, അറിവുള്ള ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ താങ്കളാണ് ശരിയെന്ന് പറഞ്ഞാൽ വട്ടത്തിനകത്തിരുന്നുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാവും. പിന്നെ പുള്ളിക്ക് അത് പ്രശ്നമല്ലെന്ന് പുള്ളി പറയപ്പെടും. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞാൻ ഇങ്ങനെയാണ്, അതാണ് പുള്ളിയുടെ ഒരു നിലപാട്. സോ എന്തായാലും മൈത്രേയനെ ഖണ്ഡിക്കാൻ പറ്റുന്ന കുറെ വാക്കുകൾ അഖിൽമാരാർ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും അത് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.